എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗംഗാധരനോട് മാലതി പറയുന്നുണ്ട്, അത്രത്തോളം വേദനയും വിഷമവും മനസ്സിലുള്ളത് കൊണ്ടല്ലേ ഹാർട്ട് അറ്റാക്ക് വന്നത്. ശരിക്കും ബാലേന്ദ്രന് ഇതൊന്നും സഹിക്കാൻ പറ്റി കാണില്ല എന്ന് പറയുമ്പം സങ്കടത്തോടെ ഗംഗാധരൻ പറയുവാണ്, ഈ 22 വർഷങ്ങൾക്ക് ശേഷം ഈ പഴയ കഥയെല്ലാം കൂടെ എടുത്ത് പുറത്തേക്ക് ഇട്ടവനെ എൻ്റെ കൈ കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തേനെ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മാലതി പറയുവാണ്, ഇനിയിപ്പം ബാലേന്ദ്രൻ ഇവിടുന്ന് എഴുന്നേറ്റ് വന്നതിന് ശേഷം ഒരു ഡിവോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ കുട്ടികളുടെ കാര്യമൊക്കെ എന്ത് ചെയ്യും, എനിക്കൊന്നും ഓർത്തിട്ട് ഒരു പിടി കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ബാലേന്ദ്രനെ ഒന്ന് കൂളാക്കണം. ഏതായാലും നമ്മൾ ഇനി ഇവിടെ നിന്നാൽ നമ്മുടെ കയ്യിൽ പിടിച്ചാൽ നിൽക്കില്ലാത്ത രീതിയിൽ ഈ കേസ് നമ്മുടെ കയ്യിൽ നിന്നും പോകും, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുന്നു. അന്നേരം മാലതിയും പറയുന്നുണ്ട്, ശരിയാ, അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയില്ലല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. പിന്നെ ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ മയക്കത്തിലാണ്. ഈ സമയം വൈജയന്തി പുറത്തുണ്ടായിരുന്നല്ലോ. ബാലേന്ദ്രനെ നോക്കാൻ വേണ്ടി ഡോക്ടർമാർ വരുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ബാലേന്ദ്രനെ എനിക്കൊന്ന് കാണണമെന്ന്. അന്നേരം ഞങ്ങളൊന്ന് അകത്ത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ അകത്തേക്ക് പോകുവാണ്. അന്നേരം ആകെ വിഷമമൊക്കെ ഉണ്ട് വൈജയന്തിയുടെ മുഖത്ത്, പുറത്തുണ്ട്. ഏതായാലും ഡോക്ടർമാർ അകത്തേക്ക് വന്നതിന് ശേഷം അവിടെ നിൽക്കുന്ന നേഴ്സിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കണ്ടീഷൻ എന്ന്. അന്നേരം അവർ പൾസും അതുപോലെ പ്രഷറും ഒക്കെ വേരിയേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, നല്ല കെയർ വേണം, ശരിക്കും എല്ലാം ശ്രദ്ധിച്ചോണം എന്നൊക്കെ നേഴ്സിനോട് പറയുന്നു. അത് കഴിഞ്ഞ് ബാലേന്ദ്രനെ പയ്യെ വിളിച്ചുണർത്തുവാണ്. ബാലേന്ദ്രൻ കണ്ണു തുറക്കുമ്പം എല്ലാം ഒന്ന് മങ്ങിയ കാണുന്നത്. അപ്പോഴും ബാലേന്ദ്രൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അലീനയുടെ മുഖമാണ്. അലീന പറഞ്ഞല്ലോ, ഞാൻ സാറിനെ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. അത് ഓർക്കുമ്പം ബാലേന്ദ്രൻ ആകെ വിഷമം വരുവാണ്. ഏതായാലും ഇങ്ങനെ ഓർത്തിങ്ങനെ കിടക്കുമ്പം ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ എന്തെങ്കിലും വിഷമമുണ്ടോ, ഉണ്ടെങ്കിൽ പേടിക്കുമൊന്നും വേണ്ട, ഇപ്പം നമ്മൾ അപകടനിലയൊക്കെ കഴിഞ്ഞു, ഇനി പേടിക്കേണ്ട എന്ന് പറയുമ്പം ഇനിയിപ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള സങ്കടങ്ങളൊന്നും ഇല്ല എന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. അന്നേരം അവർക്ക് അത്ഭുതമാകുന്നുണ്ട്. അന്നേരം ശർമ്മ ഡോക്ടർ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ്റെ വൈഫ് പുറത്ത് നിൽപ്പുണ്ട്, കാണണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം എനിക്ക് കാണണ്ട എന്ന് പറയും. വേറെ ആരെങ്കിലും കാണണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരെയും കാണണ്ട എന്നാണ് പറയുന്നത്. എങ്കിൽ റെസ്റ്റ് എടുത്തോളൂ, ആരെങ്കിലും കാണണം എന്ന് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ വിളിച്ച് കാണിക്കാം, സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർമാർ പുറത്തേക്ക് പോരുവാണ്. ഈ സമയം വൈജയന്തിയുടെ അടുത്തേക്ക് മനുവും വരുന്നുണ്ട്. മനു വന്ന് കഴിയുമ്പോഴത്തേക്കും വൈജയന്തി ചോദിക്കും, നീ അലീനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാണോ വരുന്നത് എന്ന് ചോദിക്കും. അതെ എന്ന് പറയുവാണ്. എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അങ്കിളിന്, എങ്ങനെയുണ്ട്, ഡോക്ടർമാരും എല്ലാം പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, രണ്ടുപേരും ഐസിയിലോട്ട് കയറി പോയിട്ടുണ്ട്, അവരിറങ്ങി വന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും മനു എന്നാൽ അവരിറങ്ങി വരട്ടെ എന്ന് പറയും. അന്നേരം വൈജയന്തിക്ക് അലീനയോടുള്ള കലിപ്പിന് ഒരു കുറവുമില്ല കേട്ടോ. അതിനിടയ്ക്ക് ചൊറിയാൻ പോവാണ്. മനുവിനോട് പറയുവാണ്, അതെ, ബാലേന്ദ്രൻ്റെ ജാതകം ഒന്ന് നോക്കിക്കണം, ഇപ്പം എന്തെങ്കിലും കണ്ടകശിനിയാണോ എന്നറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഓ അങ്ങനെയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മനു കളയാക്കി പറയുന്നു അല്ലേ. എന്നിട്ട് പറയും, ഈ പറഞ്ഞ അപകടമൊന്നും അല്ല, വേറെ അതിനേക്കാൾ വലിയ അപകടം നമ്മുടെ വീട്ടിലുണ്ട്, അത് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുകയല്ലോ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, ആൻറ്റി പറഞ്ഞു, അല്ലെങ്കിലും ആൻറ്റി ഓപ്പോസിറ്റിൽ നിൽക്കുന്നവൻ്റെ വേദനയും വിഷമവും ഒന്നും മനസ്സിലാക്കാറില്ലല്ലോ, അതുകൊണ്ട് തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പോൾ വൈജയന്തി ചോദിക്കും, നീ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന്. നേരം മനു പറയുന്നുണ്ട്, അങ്കിളിനോട് ആൻറ്റി സംസാരിക്കുന്ന രീതിയിൽ എൻ്റെ ഭാര്യ എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവൾക്ക് ഒരു ദന്തിസ്റ്റിൻ്റെ സേവനം തേടേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേക്കും, അങ്ങനെയാണെങ്കിൽ നീയൊക്കെ കെട്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വൈജയന്തി മനുവിനോട് പറയും. എന്നിട്ട് പറയുവാണ്, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അലീനയാണ്, അവളെ കണ്ടതിന് ശേഷമാണ് നമ്മുടെ കുടുംബത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് പറയുമ്പോൾ, ഓഹോ അങ്ങനെയാണോ, എങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞേ എന്നിങ്ങനെ മനു പറയും. അന്നേരം പറയുവാണ്, അവളെ പോയി കണ്ടു വന്നതിന് ശേഷം അച്ഛൻ എത്ര കാലം ജീവിച്ചിരുന്നു, കുറഞ്ഞത് ഒരു 2 വർഷമെങ്കിലും ജീവിച്ചിരിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പം മനു ചോദിക്കും, അതെങ്ങനെയാണ്, ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കും. അതൊന്നുമില്ല, പക്ഷേ അതിനുശേഷം നടന്ന കാര്യങ്ങൾ നീ ഒന്ന് ഓർത്ത് നോക്കി, രോഹിത്തിൻ്റെയും ഹരിയുടെയും സ്വഭാവം ചീത്തയായില്ലേ എന്ന് ചോദിക്കും. അന്നേരം അതും അലീന കാരണമാണോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അല്ലാണ്ട് അവൾക്ക് ഇങ്ങനെ അവൾ വന്നതിന് ശേഷമല്ല അവർ ഈ രീതിയിലൊക്കെ ചിന്തിച്ചത്, അവളില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എന്ന് പറയും. അന്നേരം ഇനിയും ഉണ്ടോ വേറെ പ്രശ്നങ്ങളെ എന്ന് ചോദിക്കുവാണ്. അന്നേരം പറയുന്നുണ്ട്, അതെ, അവൾ വീട്ടിലോട്ട് വന്നതിന് ശേഷം അവളെ ഒരു വേലക്കാരിയായിട്ട് കാണാൻ ബാലേന്ദ്രന് പറ്റുന്നില്ല, അവൾ ഒരുപാട് സ്നേഹവും കരുണയും ഒക്കെ അർഹിക്കുന്ന ആരോ ആണ് എന്ന് പറഞ്ഞ് അവൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് തന്നെ അവളോട് ഞങ്ങൾ ആരെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രനെ ഇഷ്ടപ്പെടുകയില്ലായിരുന്നു. പിന്നെ അതും പോരാഞ്ഞിട്ട് രോഹിത്തും ഹരിയും അവളോട് ചെയ്തതെല്ലാം അവൾ ബാലേന്ദ്രനോട് പുള്ളി വിടാതെ പറഞ്ഞു കേൾപ്പിച്ചു. അതോടുകൂടി ബാലേന്ദ്രൻ്റെ കിളി പോയി, സ്വന്തം മകനെ പറ്റിയല്ലേ ഇതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചത്, അതുകൊണ്ട് ബാലേന്ദ്രന് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം അലീന തന്നെയാണ് എന്ന് പറയുമ്പോൾ
പറയുമ്പം മനു പറയുന്നുണ്ട്, കഷ്ടം തന്നെ കേട്ടോ. പിന്നെ മീനച്ചിലാറി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അലീന സിങ്കിലെ പൈപ്പ് തുറന്നു വിട്ടതുകൊണ്ടാണ് എന്ന് പറഞ്ഞില്ലല്ലോ, അത് തന്നെ അത്ഭുതം എന്ന് പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് മനു. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഡോക്ടർമാർ രണ്ടുപേരും ഇറങ്ങി വരും. അന്നേരം അവർ രണ്ടുപേരും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം വൈജയന്തി എനിക്കൊന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പം ഇപ്പോൾ ആരെയും കാണണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ഞാനൊന്ന് കയറി കണ്ടാൽ കുഴപ്പമുണ്ടോ എന്ന് വൈജയന്തി പിന്നെയും ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, അയാളുടെ ഇഷ്ടമില്ലാതെ ആരും പോയി കാണണ്ട, സമയമാകട്ടെ നമുക്ക് കാണാം എന്ന് പറയുവാണ്. അന്നേരം ശർമ്മ ഡോക്ടർ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റും നോക്കുവാണ്. എന്നിട്ട് ചോദിക്കുവാണ്, അതെ എൻ്റെ റിങ്കുവിൻ്റെ കൂട്ടുകാരി എന്തിയെ അലീന, അവളെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ഒരു പുച്ഛത്തോടെ വൈജയന്തി പറയുവാണ്, ഓ അവൾ വീട്ടിലേക്ക് പോയി എന്ന്. അന്നേരം ശർമ്മ ഡോക്ടർ പറയുന്നുണ്ട്, അതുപോലെ നല്ല ധൈര്യമുള്ള ഒരു വേലക്കാരിയെ സെർവൻറ്റിനെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്. അവളുടെ പ്രസൻസ് ഓഫ് മൈൻഡും ധൈര്യവും ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് പറയുന്നതെങ്കിൽ ഭയങ്കര പുച്ഛം വൈജയന്തിക്ക്. അലീനെ പൊക്കുന്നത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റാത്ത പയ്യങ്ങ് മാറി നിൽക്കുമ്പം ശർമ്മ ഡോക്ടർ അടുത്ത് വന്നിട്ട് പറയുവാണ്, അതെ ആ പെൺകുട്ടിക്ക് നിങ്ങൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കണം കേട്ടോ, അത്രയ്ക്ക് മിടിക്കുക അവളെ എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നത്. അന്നേരം വൈജയന്തിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ, കലിച്ച് നിൽക്കുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ശരിയാ എനിക്കിപ്പം മനസ്സിലായി, ആൻറ്റിയുടെ സമയം തീരെ മോശമാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, ഞാൻ എവിടെ നിന്നെങ്കിലും ഒരു ജോത്സ്യനെ സംഘടിപ്പിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ അലീനയാണ്. അലീന ഈ വിവരങ്ങളെല്ലാം രേവതി വിളിച്ച് പറയുന്നുണ്ട്. ഇന്ന് ചെല്ലാമെന്ന് പറഞ്ഞാലേ അതുകൊണ്ട് രേവതിക്കുട്ടിക്ക് ആകെ പരിഭവം, ഇങ്ങോട്ട് പോരാൻ മേലായിരുന്നു, അവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, സാറ് ഹോസ്പിറ്റലല്ലേ, മേഡം അവിടെയാണ്, അന്നേരം ഇവിടെ കുട്ടികൾ തന്നെ ആകില്ലേ എന്ന് പറയുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതിന് ആ കുട്ടികളെയൊക്കെ എന്തിനാണ് ചേച്ചി നോക്കുന്നത്, മയക്കുമരുന്ന് അടിച്ച് ചേച്ചീനെ ഉപദ്രവിക്കാൻ വരുന്ന ഒരുത്തൻ, പിന്നെ ഫുൾ ടൈം ചാറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരുത്തി, അവളെ ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല, ചേച്ചി ഇങ്ങോട്ട് പോരെ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ എന്ന് വയ്ക്കാം, മുത്തശ്ശി ആരുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് വയ്ക്കുമ്പം രേവതി പറയുന്നുണ്ട്, മേഡത്തെ വിളിച്ച് പറ അമ്മയെ നോക്കാൻ വേണ്ടി ആരെങ്കിലും ഇവിടെ നിർത്ത്, ഞാൻ പോകുവാണ് എന്ന്. ചേച്ചീനെ ഒരു കറിവേപ്പില പോലെ എടുത്ത് പുറത്തേക്ക് കളയാൻ വേണ്ടി കാത്തിരിക്കുവാണ് അവർക്ക് ഇഷ്ടം പോലെ ബന്ധുക്കളുണ്ട്, ആരുമില്ലാത്ത ചേച്ചിക്കാണ്, അതുകൊണ്ട് ചേച്ചി അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അവർക്ക് ഞാൻ ആരുമല്ല, പക്ഷേ എനിക്കറിയാലോ അവർ എൻ്റെ ആരാണ് എന്നൊക്കെ, പിന്നെ മുത്തശ്ശി ഇവിടെ തന്നേച്ചാക്കിയിട്ട് വരാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പം എന്നെ ഒരു മകളെ പോലെ സ്നേഹിച്ചതാണ് സാറ്, അതുകൊണ്ട് സാർ ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോരുന്നത്, സാറിനോട് രണ്ട് വാക്ക് പറഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഏതായാലും അത്രയൊക്കെ കേട്ട് കഴിയുമ്പം രേവതിക്കുട്ടി പറയും, ശരിയെങ്കിൽ ചേച്ചി 2 ദിവസം വെയിറ്റ് ചെയ്യേ, ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ്. അന്നേക്കും സ്കൂൾ വിട്ട് ബബിതയും കൃഷ്ണമോളൂടെ വരുവാണ്. അവർ കോളിംഗ് ബെല്ലടിക്കും, കുറച്ച് കഴിഞ്ഞ് വാതിൽ തുറന്നകത്തേക്ക് കയറി വരും. അന്നേരം കൃഷ്ണമോൾ ചോദിക്കും, ഇതെന്താ ചേച്ചി ഇന്ന് ലോക്ക് ചെയ്യാതിരുന്ന വാതിലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പം അകത്തേക്ക് കയറി വന്നോളൂ എന്ന് അലീന പറയും. എന്നിട്ട് ബാലേന്ദ്രൻ്റെ കാര്യമൊക്കെ പറയുന്നെങ്കിൽ പിള്ളേർക്ക് ആകെ ടെൻഷനാണ്. എന്നിട്ട് എങ്ങനെയാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, ആരാ കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കുമ്പം ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു, പിന്നെ ശർമ്മ ഡോക്ടറെയും വിളിച്ചു വരുത്തി എല്ലാവരും കൂടിയാണ് കൊണ്ടുപോയത് എന്ന് പറയുവാണ്. അന്നത്തേക്കും ബബിത പറയും, ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ എന്ന്. എന്നിട്ട് ഇവർക്ക് ചായയൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ അലീന അടുക്കളയിലേക്കും പോവും. ബബിത ഫോൺ വിളിച്ചിട്ട് അച്ഛൻ എങ്ങനെയുണ്ടമ്മേ എന്ന് ചോദിക്കുന്നത്, ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അന്നേരം അലീന പറഞ്ഞു എന്ന് പറയുന്നത് അലീനെ കുറ്റം പറയാൻ തുടങ്ങിയ വൈജയന്തി പറയുവാണ്, അവൾ ഒരു ആംബുലൻസ് വിളിച്ചു, അതിന് വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ അവളാണ് ബാലേന്ദ്രൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക, മനുവിനോടും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടും അങ്ങനെ പറഞ്ഞായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം ഞങ്ങളോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല അലീന, അമ്മ ഇപ്പം അച്ഛൻ്റെ കാര്യം എങ്ങനെയുണ്ടെന്ന് പറയാം, ഞങ്ങൾ അലീനയുടെ കുറ്റം കേൾക്കാൻ വേണ്ടി അല്ല വിളിച്ചത് എന്ന്, അലീന ചേച്ചിയുടെ കുറ്റം കേൾക്കാൻ വേണ്ടി അല്ല വിളിച്ചത് എന്ന് കൃഷ്ണമോൾ പറയും. അന്നേരം അച്ഛൻ ഇവിടെ ICUവിലാണ്, എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പം ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ആര് വന്നാലും കാണാൻ പറ്റത്തൊന്നുമില്ല, വരാറാകുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുവാണ്. ഫോം വെച്ച് കഴിയുമ്പോൾ കൃഷ്ണമോൾ ബബിതയോട് പറയുവാണ്, നമുക്ക് മനുവേട്ടനെ ഒന്ന് വിളിക്കാം, കാരണം നടന്നത് എന്താണ് എന്നറിയണമെങ്കിൽ മനുവേട്ടനെ വിളിച്ചാലേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ അവർ മനുവിനെ വിളിക്കുന്നുണ്ട്. മനു കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. പിന്നെ ഈ അറിഞ്ഞ വിവരങ്ങളൊക്കെ രേവതിക്കുട്ടി വന്ന് മാമച്ചായനോടും ഗ്രേസിയമ്മയോടും പറയുന്നുണ്ട്. അന്നേരം അവർക്ക് ആകെ വിഷമമാകുന്നുണ്ട്. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ അവർക്ക് അവളെ ആവശ്യം വന്നല്ലേ, അവർ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന അവസ്ഥ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവളെ കറിവേപ്പില പോലെ എടുത്ത് പൊള്ളയിലേക്ക് കളഞ്ഞേനെ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും രേവതിക്കുട്ടി അന്നേരം പറയുക, നമുക്കൊന്ന് പോയി കണ്ടാലോ
അങ്കിളിനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഗ്രേസിയമ്മ പറയും 2 ദിവസം കഴിയട്ടെ, അതാകുമ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അലീനയും കൂടെ കൂട്ടാലോ എന്നൊക്കെ പറയുവാണ്. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് മാമച്ചായൻ പറയുന്നുണ്ട്, എന്നെപ്പോലെ നല്ല ആരോഗ്യമുള്ള ആളല്ലായിരുന്നു ബാലേന്ദ്രൻ, പിന്നെ എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് വന്നത് എന്ന് ചോദിക്കുമ്പം അതേ, അസുഖമൊന്നും ഇല്ലാത്തവർക്കാണ്, ഇല്ലാത്ത ശരീരത്തിനാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഇത് ലോകത്തുള്ള സകല അസുഖങ്ങളുള്ള മാമച്ചായൻ ആരോഗ്യമുണ്ട് എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് രേവതിക്കുട്ടി. പിന്നെയും കാണിക്കുന്നത് മനുവിനെയും വൈജയന്തിയാണ്. അവർ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് നിൽക്കുവാണല്ലോ, ഐസുവിൻ്റെ പുറത്ത് നിൽക്കുവാണല്ലോ. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ പെട്ടെന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ് എന്ന് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ എന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട്, ഞാൻ അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അലീന പറഞ്ഞത് അന്ന് ഉച്ചയ്ക്ക് വന്നപ്പോഴും വളരെ കൂളായിട്ട് പെരുമാറിയ അങ്കിള് തിരിച്ചു വന്നപ്പം വേറൊരു സ്വഭാവത്തിലാണ്. അന്ന് അലീനയോടും മുത്തശ്ശിയോടും ഒക്കെ റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറി, ദേഷ്യപ്പെട്ടൊക്കെ പെരുമാറി എന്നിങ്ങനെ പറയുമ്പോഴേക്കും വൈജയന്തി പറയുവാണ്, അതെങ്ങനെയാണ് വയറ്റിൽ കിടക്കുന്ന കള്ളല്ലേ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടാണ് എന്ന്. അത് കേൾക്കുന്ന മനുവിന് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് മിണ്ടുന്നില്ല. ഏതായാലും അപ്പോഴത്തേക്കും നേഴ്സ് ഇറങ്ങി വന്നിട്ട് പറയുവാണ്, ആർക്കെങ്കിലും ഒരാൾക്ക് അകത്ത് കയറി കാണാം ബാലേന്ദ്രനെ എന്ന്. അന്നേരം ഞാൻ കാണാം എന്ന് പറഞ്ഞാൽ വൈജയന്തി പോകാൻ തുടങ്ങുമ്പം ആ സിസ്റ്റർ പറയുന്നുണ്ട്, അതെ സ്ത്രീകളാരും ചെല്ലണ്ടെന്ന് പറഞ്ഞു എന്ന്. അന്നേരം അതെന്താ അങ്ങനെ എന്ന് നോക്കുമ്പം ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, അവരുടെ ഇഷ്ടമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഞാൻ കയറി പൊക്കോളാം എന്ന്. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വൈജയന്തിക്ക്. ഏതായാലും മനു അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നോടാ എന്ന് ചോദിക്കുമ്പം ഞാൻ പിന്നെ കാണിയല്ലേ ഞങ്ങളെ എന്ന് ചോദിക്കും. എന്നിട്ട് എങ്ങനെ നടന്ന മനുഷ്യനെ, എന്നെ കിടപ്പ ഇതെന്ന് ചോദിക്കുമ്പോൾ രാജകീയമായിട്ട് കിടക്കുമല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് മനു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നീ എന്നെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാണോ വന്നത് എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷേ അങ്കിളിന് ഇപ്പോൾ റെസ്റ്റ് അല്ലേ വേണ്ടത് എന്ന് ചോദിക്കുമ്പം നിനക്കറിയാലോ എനിക്ക് റെസ്റ്റ് വേണമെന്ന്, ഇനിയിപ്പോൾ നീ എന്നോട് എന്തെങ്കിലും ചോദിച്ചാലും ഞാൻ മറുപടി ഒന്നും തരില്ല എന്ന് പറയുമ്പം ഒരുപാട് പറയാനുണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഒന്നും പറയണ്ടെന്ന് വെച്ചതെന്നും എനിക്കറിയാം എന്ന് പറയുമ്പം ഇങ്ങനെ സംശയത്തോടെ നോക്കുവാണ് ബാലേന്ദ്രൻ മനുവിനെ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഏതായാലും അതിനുശേഷം പ്രൊമോ കാണിക്കുന്നുണ്ട്. അതിൽ വൈജയന്തി വീട്ടിലോട്ട് ചെല്ലുന്നതും അലീനയുടെ തലയിൽ കയറാൻ ചെല്ലുന്നതും അലീന നല്ല മറുപടി തിരിച്ചു കൊടുക്കുന്നതും ഒക്കെ ഉണ്ട്. അതുപോലെ രോഹിത്തും അലീനെ ചൊറിയാൻ ചെല്ലുന്നുണ്ട്, അവനും നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അലീന.